പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ വ്യത്യസ്തമായ ജീവിതാനുഭവവും സാക്ഷ്യവും വചനചിന്തകളുമായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തരുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ മഞ്ജു ബിബിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, സ്പർശിക്കുവാൻ, അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കൂടിയായി തീരും. ആകയാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കുക. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ അതിഥിയെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിന്റെ ദാസി മഞ്ജു ബിബിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? ഓക്കെ. സിസ്റ്ററിനെ ഞങ്ങൾക്ക് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പറയാമോ? ഞാൻ ആലപ്പുഴ ചേർത്തല എന്നാണ്. വീട്ടില് ഹസ്ബൻഡും മോനും ഉണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണ്, കേക്കിന്റെ വർക്കാണ്. പിന്നെ ഹസ്ബൻഡ് ഡ്രൈവറാണ്, മോൻ 10th പഠിക്കുന്നു. ഓക്കെ. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കേക്കിന്റെ ബിസിനസ് ഒക്കെ ആവുമ്പോൾ ഇഷ്ടംപോലെ കേക്കൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലയോ? ഓക്കെ. നമ്മുടെ പ്രേക്ഷകരൊക്കെ കേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡറിൽ അയച്ചു കൊടുക്കുവോ? കൊറിയറിൽ അയച്ചു കൊടുക്കുവോ? കൊറിയർ അല്ല, നമുക്ക് ഡെലിവറി ഉണ്ട്. അത് എറണാകുളം, ആലപ്പുഴ കംപ്ലീറ്റ് ഡെലിവറി ഉണ്ട്, ചെയ്യാറുണ്ട്. ഹോംമെയ്ഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ അരോമ ടി വിയിലെ പ്രേക്ഷകരൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷെങ്കില് മഞ്ജു സിസ്റ്ററിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അവർക്കൊക്കെ കേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? തുടർമാനമായിട്ട് സംസാരിക്കാം. കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ചും, മാതാപിതാക്കന്മാരെ കുറിച്ചും, സഹോദരങ്ങളെ കുറിച്ചും, ബാല്യകാല അനുഭവങ്ങളെ കുറിച്ചും, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും, യേശുവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ, ദൈവം നടത്തിയ വഴികളെ കുറിച്ച്, അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ചൊക്കെ പറയുവാനുള്ള സമയമാണ്. തുടർമാനമായിട്ട് സംസാരിക്കാം. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആളാണ്. എന്റെ ബാല്യം, എനിക്ക് 5 അച്ഛന്മാർക്കും കൂടിയിട്ട് ഒരു മോള് വളർന്നതാണ്. ഏറ്റവും മൂത്ത ആളാണ് വീട്ടില്. കൂട്ടുകുടുംബമായിരുന്നു. അവിടെ നിന്ന് അവരെല്ലാവരും ശാന്തിവേല ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു തലത്തിലോട്ട് വന്നത്. എന്റെ ബാല്യകാലങ്ങളിൽ എനിക്ക് എന്റെ വീടിനടുത്തൊക്കെ ക്രിസ്ത്യൻസിന്റെ ആരാധന രീതികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് തുടർന്ന് വലുതായി വരുംതോറും ക്രിസ്തുവിനോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷെ അതങ്ങനെ നിന്നു. അതിനുശേഷം പഠനകാലങ്ങളിലും ഒക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അവരും ഒക്കെ ഇതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് പറയാനും എടുക്കാനും ഒക്കെ എപ്പോഴും ബൈബിളും കാര്യങ്ങളും ഒക്കെ തരിക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ നല്ലൊരു ബാല്യം അല്ലായിരുന്നു. അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഒരു രോഗത്തോട് പോരാടുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നത്. മീൻസ് പഠിത്ത കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളും ഒന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഭയപ്പാടുള്ള ഒരു ജീവിതമായിരുന്നു. ഭയന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം, വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പ്രണയവിവാഹമായിരുന്നു. എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് 10-20 വർഷമായിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അച്ഛനും അമ്മ സഹോദരങ്ങളൊക്കെ. എന്റെ ഹസ്ബൻഡ് ഒരു സഹോദരനും മാത്രമേ വിശ്വാസത്തിലോട്ട് വരാതിരുന്നുള്ളൂ. അതിനിടക്കാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടാണ് നമ്മൾ വിവാഹം നടന്നത്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫാമിലിയിലോട്ട് പോരുന്നത്. അപ്പൊ അവരെല്ലാവരും ധിക്കരിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ കല്യാണമൊക്കെ നടന്നതെങ്കിലും വലിയ സാമ്പത്തിക അടിത്തറയൊന്നും ഇല്ലാതെ ഞങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് വിവാഹം നടന്നത്. എങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടുകാർ സപ്പോർട്ടായിട്ട് നിന്നു, അവരുടെ കൂടെ കൂടി. അവിടെ എനിക്ക് അവരുടെ രാത്രിയിലുള്ള പ്രാർത്ഥന കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു.
ഞാൻ അപ്പുറത്തെ റൂമിലാണെങ്കിലും ഇവിടെ പ്രെയർ വെക്കുമ്പോഴാണെങ്കിലും ഒക്കെ എനിക്ക് അതിനോട് ഭയങ്കര എന്തോ എന്നെ അതിലോട്ടൊന്ന് വലിച്ച് വെക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിനും ഒരു വർഷം മുമ്പ് കുറച്ച് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ബൈബിള് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ ഇതല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതല്ല വായിക്കേണ്ടത്, നിനക്ക് ഞാൻ ബൈബിള് തരാമെന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ബൈബിള് തന്നു. അത് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ബൈബിൾ അല്ല നമ്മൾ വായിക്കേണ്ടത്, നീ ഇത് വായിക്കൂ എന്ന് പറഞ്ഞ് തന്നു. അങ്ങനെയാണ് ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങി, കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. വരുന്ന ദേവദാസന്മാര് മുഖാന്തരം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് പിന്നെ അമ്പലങ്ങളിൽ പോകണമെന്നോ മറ്റുള്ളിടത്ത് പോകണോ എന്നുള്ള ചിന്തകൾ ഇല്ലാണ്ട് വന്നു. ഇവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകണം, ആരാധനയ്ക്ക് പോകണം എന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത നിൽക്കുമ്പോൾ ഹസ്ബൻഡ് എതിർപ്പല്ല, എന്നാലും അങ്ങനെ പോവാനെന്ന് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അതിലോട്ട് പൊയ്ക്കോ, കുഴപ്പമില്ല എന്നൊരു മൈൻഡിലായിരുന്നു. പുള്ളിയും ഇതിലോട്ട് ആയിട്ടില്ല. ശേഷം ഞങ്ങൾക്ക് പ്രഗ്നന്റ് ആകാൻ താമസിച്ചു. പ്രഗ്നന്റ് ആയ സമയത്ത് മോന് 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മോനാണെന്ന് അറിയില്ല, ഒരു കുഞ്ഞിന് ഒരു കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഡോക്ടർമാര് പറഞ്ഞു. അപ്പൊ അത് മുന്നോട്ട് പോയാല് കുഞ്ഞിന്റെ ജീവിതത്തെ ബാധിക്കും, അത് എടുത്ത് കളയാം, അത് വേണ്ട, നമുക്ക് അബോർഷൻ ചെയ്ത് കളയാം എന്ന് പറയുമ്പോൾ എന്റെ അമ്മ പറഞ്ഞു, ഞങ്ങള് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല, ദൈവം തരുന്നതാണെങ്കിൽ തരട്ടെ, അതിന് എന്തുണ്ടെങ്കിലും എന്ത് കുറവുണ്ടെങ്കിലും ഞങ്ങൾ വളർത്തിക്കോളാം, അത് നശിപ്പിച്ച് കളയണ്ടെന്ന്. അവിടം തൊട്ട് പിന്നെ അവിടം തൊട്ട് ദൈവത്തെ അറിയാൻ മനസ്സിൽ ഇങ്ങനെ ദൈവത്തോട് രണ്ടുപേരും ചേർന്നിരുന്ന രാത്രി കാലങ്ങളിൽ രണ്ടുപേരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രെയറിന് പോരാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഒരു കൺവെൻഷൻ സ്ഥലത്ത് ഒരു പ്രെയർ സെന്ററിൽ ഞങ്ങൾ പ്രെയർ കൂടി, പെന്തക്കോസ് സമൂഹത്തിന്റെ ഇതിൽ തന്നെ കൂടി. അവിടെ വെച്ച് 1.25 വയസ്സുള്ളപ്പോ, അതുവരെ ഞങ്ങൾ അവനെ അമൃതയിലും കോട്ടയത്തും ആലപ്പുഴ ഹോസ്പിറ്റലിലും കാണിക്കാത്ത ഡോക്ടർമാരില്ല, എല്ലായിടവും കൊണ്ടു നടന്നു. അവിടെ നിന്ന് അവന് ഓപ്പറേഷൻ വേണം, ഇത് എടുത്ത് കളയണമെന്ന് അമൃതയിൽ നിന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പ്രെയറിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞിന് വിടുതലുണ്ട്, എന്നെ ബോധിപ്പിക്കേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്യുകയോ ടെസ്റ്റ് ചെയ്യുകയോ എന്താ ചെയ്യാം, ദൈവം വിടുവിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം തന്നെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്ന ആന്റിബയോട്ടിക് നിർത്തി. ഞങ്ങൾ വിശ്വസിച്ചു. അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹൗസ് ഓണറും വൈഫും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള, അവർക്ക് പക്ഷെ ഭയങ്കര നമ്മുടെ ആരാധന രീതികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം പനി വന്നു. അപ്പൊ ഇവനെ കൊണ്ടുപോയി നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് ഇതാകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതേപോലെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റെ എല്ലാ സ്കാനിങ്ങും നടക്കുന്നത് ആ സ്കാനിങ് സെന്ററിലെ ഡോക്ടറിന്റെ അടുത്താണ്. ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്തിനാ വന്നേന്ന് ചോദിച്ചു. സ്കാനിങ് കഴിഞ്ഞു ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോ കുറെ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, താൻ എന്തിനാ കൊണ്ടുവന്നേ, ഇവനൊരു അസുഖവും ഇല്ലല്ലോ, നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ കിഡ്നി വർക്കാണ്, ആ ഹോസ്പിറ്റലിൽ നമ്മളെ കാണിച്ചു തന്ന സ്ഥാനത്ത് അവന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവന് ഒരു പ്രശ്നവും ഇല്ല. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അത്ഭുതം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ദൈവം വിടുവിച്ചതാണ്, കർത്താവ് വിടുവിച്ചാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കത്തി തൊടാൻ ദൈവം സമ്മതിക്കില്ല എന്ന് ഒരു വാക്കുണ്ടായിരുന്നു, അത് ദൈവം വാഗ്ദത്തം ചെയ്താന്ന്. അവന്റെ ആ വിടുതൽ ഞങ്ങൾ പറഞ്ഞ പ്രകാരം അവന്റെ അന്ന് ഞങ്ങൾക്ക് വിടുതലുണ്ടെന്ന് ആ ദേവദാസൻ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരു മനപ്പെട്ട് സ്നാനപ്പെട്ടിരുന്നു. പിന്നെ അമിതം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവത്തിൽ അല്ലാതെ ഒരു കാര്യം ഇല്ലാണ്ടായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ഭവനം ലഭിക്കും, നിങ്ങൾ വരപണി പൂർത്തിയാകാതെ, ആ ഭവനത്തിന്റെ പണി പൂർത്തിയാകാതെ കയറി താമസിക്കുമെന്നൊരു വാഗ്ദത്തം കിട്ടിയത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിന്മേലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഭവനം പണിയുവാൻ ദൈവം സഹായിച്ചു. പെരപണി പൂർത്തിയാക്കാതെ തന്നെ 2012 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ മേൽക്കൂരയെല്ലാം വാർത്ത് കയറി താമസിക്കാൻ ഇടയായി. അതിനുശേഷവും ഓരോരോ അത്ഭുതങ്ങളോട് ഞങ്ങളെ ദൈവം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്ക് 2016 എനിക്കൊരു സർജറി വേണ്ടി വന്നു. ആ സർജറിക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ വയ്യ, ഫുഡ് കഴിക്കാൻ വയ്യ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ കയർ മേഖലയാണ്, അപ്പോൾ കയറിന്റെ വർക്കിന് പോകുന്നതുകൊണ്ട് അതിന്റെ വർക്ക് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എന്ന് കരുതി അത് അടുത്തുള്ള ഇതിൽ നിന്നൊക്കെ ആയുർവേദ മരുന്നും അങ്ങനെയൊക്കെ കഴിച്ചു പോയി.
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞപ്പിത്തമാകാൻ തുടങ്ങി. മഞ്ഞപ്പിത്തം കൂടി വന്ന് മഞ്ഞപ്പിത്തത്തിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ പോയി. അപ്പോഴൊക്കെ പറഞ്ഞു ലിവറിന് ചെറിയ വാദമുണ്ട് എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ അത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നു. പക്ഷെ യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ മൊത്തം പൊട്ടി ഒലിച്ച് ചാരത്തിലിരിക്കുന്ന ഒരവസ്ഥ, തോടുകൊണ്ട് ചുരണ്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ എന്നിട്ടും സഹിച്ചു. ദൈവത്തോട് ഞാൻ ചോദിക്കുന്നത്, ദൈവം ഇത് എന്താണ് ഇങ്ങനെ മാറാത്തത്, എന്താണെന്ന് വ്യക്തമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിബിനണ്ണന്റെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു സാറ് പറഞ്ഞു ആസ്റ്ററിൽ ഒന്ന് കാണിക്കാന്ന്. ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയാ ചെല്ലുന്നത്. അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന്റെ തമ്മിലുള്ള സംസാരങ്ങളിൽ എനിക്ക് ക്ലിയർ ആയി ഞാൻ ഇനി രക്ഷപ്പെടില്ല. എനിക്ക് അതുവരെ ലിക്വിഡ് ഫുഡാണ്. അപ്പോഴത്തേക്കും ഏകദേശം 6 മാസത്തോളം നമുക്ക് കഴിഞ്ഞു പോയിരുന്നു. ലിക്വിഡ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. മൊത്തം കരിവാളിച്ചു, ചൊറി ചിറക് പോലെ പൊട്ടി, കുഷ്ഠത്തിന് വരെ ടെസ്റ്റ് ചെയ്തു. ഇത് പറഞ്ഞ് അവര് പല ഡോക്ടേഴ്സ് സ്കാനിങ് റൂമിൽ വരുവൊക്കെ ചെയ്തു. 35 വയസ്സ് സമയമാണ്. ഞാൻ ഇറങ്ങി പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ ചോറ് തിന്നണമെന്ന്. ചോറ് തിന്നാൻ വാങ്ങിച്ചു വന്നു, കുറച്ച് കഴിച്ചു. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് ആ മരണം തീർച്ചയാണെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഡോക്ടർമാര് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ബിലീവേഴ്സിലോട്ട് ഞങ്ങൾക്ക് ഒരു ഇത് തന്നാ മതി, അങ്ങോട്ട് മാറാം. അപ്പൊ എന്താ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മുന്നിരുന്ന നമ്മുടെ സബ് പാസ്റ്റർ അവിടെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പരിചയമുണ്ട്, ഒരു ആന്റിയുടെ മോനും ഉണ്ട്. അങ്ങനെയുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇനി ഇൻഷുറൻസ് കാർഡ് പിടിക്കുന്നുണ്ട്, നമുക്ക് അങ്ങ് അവിടെ കാണിക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞു. ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ എന്നോട് ഡീറ്റെയിൽ ചോദിച്ചത് മുഴുവൻ എന്നോടാണ് സംസാരിക്കുന്നത് മുഴുവൻ, ഹസ്ബൻഡിനോടല്ല എന്നോടാ സംസാരിക്കുന്നത് മുഴുവൻ. എനിക്ക് കൃത്യമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഞാൻ രക്ഷപ്പെടില്ല. അതിനു മുമ്പ് വീട്ടിലൊരു പ്രെയർ വെച്ചിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ ദേവദാസന്മാര് ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞിരുന്നു, ലാസറിനെ കുഴിയിൽ ഇറക്കുന്ന, കച്ചയിൽ പൊതിഞ്ഞ് കുഴിയിൽ ഇറക്കുന്ന ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്, സഹോദരിക്ക് വേണ്ടിയിട്ട് ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്റർ അത് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, വീട്ടിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം പിറ്റേ ദിവസം നമ്മൾ ബിലീവേഴ്സിലോട്ട് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ ട്രാൻസ്പ്ലാന്റ്, ലിവർ കംപ്ലീറ്റ് ആയിട്ട് പോയി. ലിവർ ക്രോണിക് ഡിസീസ് എന്ന ഇതിലോട്ട് മാറി. 1% മാത്രം ഉള്ളൂ. ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനുള്ള സാധ്യതയില്ല. കാരണം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ എന്റെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് ആണ്, വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ. കരിക്ക് വെള്ളം മാത്രമാണ് കുടിക്കുന്നത്, ഫുഡ് ചെല്ലുന്നില്ല. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോ അവിടെ ഇരുന്ന് അപ്പൊ ചോദിച്ചു ട്രാൻസ്പ്ലാന്റേഷൻ എത്രയാവും എന്ന് ചോദിച്ചപ്പോഴത്തെ 65 ലക്ഷത്തോളം ആവും എന്ന് പറഞ്ഞു. എന്നാലും രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നിലവിളിച്ചു. അപ്പൊ ഡോക്ടർ റോണി തോമസ് ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് നമ്മള് ഗ്യാസ്ട്രോ ലെവൽ കാണിക്കും. ഡോക്ടർ എന്നോട് ചോദിച്ചു മനുഷ്യ കരഞ്ഞത് കൊണ്ടിട്ട് രോഗം മാറുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഒരു ഡോക്ടർ എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? ഡോക്ടർ ചോദിച്ചു പ്രാർത്ഥിക്ക്, ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്ക്, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞാൻ കരഞ്ഞില്ല. അപ്പൊ അതിനു മുമ്പ് എനിക്ക് കിട്ടിയൊരു വാക്യം യോബിന്റെ പുസ്തകമായിരുന്നു. 10 ദിവസം നിന്നെ തടവിലാക്കും എന്നൊരു വാക്യം എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 10 ദിവസം ഇവർ തീരുമാനമെടുക്കുന്ന ഹൈഡോസ് സ്റ്റിറോയിഡ് എന്റെ ശരീരത്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനം എടുക്കുക. അതിൽ എന്ത് സംഭവിക്കാം, ചിലപ്പോൾ തളർന്നു പോവാം, ചിലപ്പോൾ മരിച്ചു പോകാം. ഇവരെഴുതി അനിയനും ചേട്ടനും ഒക്കെ കൂട്ടിയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു. 5 ദിവസം ഡോക്ടർ പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ റിക്കവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. 12 ഡോക്ടർമാർ ഒന്നിച്ചാണ് എന്ന്. വീൽ ചെയർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വീൽ ചെയർ വേണ്ട, നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. നടന്നു വാർഡിലെ പറ്റത്തുള്ളൂ, കാരണം അല്ലാതെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കേസ് വേറെ ആയിപ്പോവും. അതുകൊണ്ട് വാർഡിൽ തരാം. പക്ഷെ അവിടുത്തെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ്. വാർഡൊക്കെ തന്നെയാണെങ്കിലും റൂമിന്റെ ഫെസിലിറ്റീസിലാണ്. അപ്പോഴത്തേക്കും ഞാൻ മൊത്തം വീർത്തു, നീര് വന്ന് മുഴുവനായിട്ട് വീർത്തു. ഞാൻ നടക്കുന്ന വഴി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ കടം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങുവാൻ ഇടയാകരുത്. കാരണം ഹോസ്പിറ്റലൊക്കെ കണ്ടപ്പോ എന്റെ ജീവൻ പോയി. അത്രയും വലിയ ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെ താങ്ങും എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്.
അതേ പറഞ്ഞോളൂ, എന്ത് വന്നാലും വീട് വിറ്റോ സ്ഥലം വിറ്റോ അങ്ങനെ ഒന്നും എന്നെ ചികിത്സിക്കാൻ, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്റെ മരണമാണെങ്കിൽ അത് ഓക്കെ, വിടുവിക്കുവാനാണെങ്കിൽ അത് ഓക്കെ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ കടം വന്നിറങ്ങാനൊരു ഇത് ദൈവം തരരുന്നു. കടം വന്നില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ റിക്കവറായി. ഡോക്ടർ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കുന്നു. മനുഷ്യ, കഞ്ഞി കുടിക്കുവാണോ? ഞാൻ പറഞ്ഞു കഞ്ഞി കുടിക്കുക, എനിക്ക് ചോറ് ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ പറഞ്ഞു ആ ഡ്രിപ്പൊക്കെ ഊരിക്കോ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഇഞ്ചക്ഷൻ മതി കേട്ടാന്ന് പറഞ്ഞു. അതിനുശേഷം 10 ദിവസം കിടന്നു. 10 ദിവസം സ്റ്റെറോയിഡ് എടുത്തുകൊണ്ട് ഷുഗർ കൂടി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. ബൈബിള് ഞാൻ ബഹളം വെച്ച കാര്യം അതായിരുന്നു, എനിക്ക് ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ 10 ദിവസം ആകുന്നതിനുള്ളിൽ ഞാൻ രാത്രിയിൽ ഉറക്കമില്ല. അപ്പോ ഉറങ്ങാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ കാണുന്നത് എന്റെ ശരീരത്ത് എന്തോ ഒരു സാധനം വലിഞ്ഞു മുറുകി പിടിച്ചിരുന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ ഇതാകുന്നില്ല. ഉറക്കമില്ലാതിരിക്കുമ്പോഴാണ് ഇത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ എന്തോ ഭയങ്കരമായിട്ട് എന്നെ വിട്ടുമാറി എന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് കണ്ടു. പിറ്റേ ദിവസത്തെ റിസൾട്ടിലെല്ലാം എനിക്ക് ഓക്കെ ആയി. എന്റെ എല്ലാ ഇതും നോർമൽ ആയിരുന്നു. ബിൽട്രോബിന്റെ അളവ് കുറഞ്ഞു, എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരുന്നു. 6 മാസത്തോളം ഒരു റൂമില് തനിച്ച് ഇൻസുലിൻ കാര്യങ്ങളൊക്കെ ആയിട്ട്, മെഡിസിൻ ഒക്കെ ആയിട്ട്, അതായത് ഒരു പുതിയ ശിശു എങ്ങനെ ആകുന്നു അതുപോലെ മൊത്തം എന്റെ പല്ല്, നഖം എല്ലാം, പല്ലൊക്കെ പൊടിഞ്ഞു, നഖമൊക്കെ പൊഴിഞ്ഞു പോയി, മുടി കൊഴിഞ്ഞു പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിന് ശേഷം ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന, 1 വർഷത്തോളം കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മാസം എനിക്ക് ദൈവം തന്നുള്ളൂ. എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോടും ചേട്ടനോടും പറഞ്ഞു തലയ്ക്ക് എടുത്തിക്കളയരുത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു ധൈര്യവും ഇല്ലായിരുന്ന വ്യക്തിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാത്തിനോടും, ജീവിതത്തോട് എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എന്തേലും വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ഒരാളായിരുന്നു. കുഞ്ഞിന് എന്തേലും അസുഖം വന്നാൽ എന്ത് ചെയ്യും. പക്ഷെ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യം അതിന്റെ ഭയത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഒരു കാര്യത്തിലെയും ദൈവത്തെ അല്ലാതെ ഒരു ഭയവും എനിക്ക് പിന്നെ ഇന്ന് വരെ തോന്നിയിട്ടില്ല. അത്രത്തോളം ദൈവം നടത്തി. അവിടുന്ന് ഇറങ്ങി 6 മാസം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനിടക്ക് അവര് ഫുഡ് ഗ്രൂപ്പിന്റെ ഇതിൽ അവര് ഒരു കേക്കിന്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യിച്ചു. ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്തു തന്നു. അതിനുശേഷം കേക്കിന്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ചെറിയ ബേക്കറി പോലെ, ഒരു കൂൾബാർ പോലെ വീട്ടിൽ തന്നെ തുടങ്ങി. അതിനുശേഷം അത് നമ്മൾ പുറത്തോട്ട് ഇട്ടു, ഒരു കടയെടുത്തു, അവിടെ ഇട്ടു. പക്ഷെ അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പില് ദൈവത്തെ ദൈവം ഉണ്ട് എന്നുള്ള, പക്ഷെ ദൈവം നമ്മളെ നയിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണാണ് ഇടയായത്. കാരണം എല്ലാവരും പറഞ്ഞത്, ഒരു രോഗം വന്നാൽ ഒരാള് തളർന്ന് ഏതെങ്കിലും ഒരു രീതിയിലോട്ട് മാറുമ്പോ അവരവിടെ നല്ല രീതിയിൽ മുന്നോട്ട്, നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നു. എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ധൈര്യമാണ്. എന്റെ അസുഖം എന്നെ വിട്ടുമാറും എന്നല്ല, വിട്ടുമാറി പോകത്തില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം മെഡിസിൻ നിർത്താൻ പറ്റത്തില്ല, കണ്ടിന്യൂസ് മെഡിസിൻ കഴിക്കണം. അങ്ങനെ മുന്നോട്ട് ഇപ്പോഴും 6 വർഷത്തോളമായി ഇപ്പോ ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷെ മരിച്ചു പോകും, മരണപ്പെട്ടു പോകും, എന്നെ ആംബുലൻസിൽ കൊണ്ടുവരും എന്ന് കരുതിയിരുന്നിടക്കേല് എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങി വരാൻ സാധിച്ചു. കടം വന്ന് ഇറങ്ങരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചെടുത്ത് എനിക്ക് 1 രൂപ പോലും കടമില്ലാതെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരുവാൻ സാധിച്ചു. കാരണം നമ്മൾ അറിയാത്ത വ്യക്തികള്, നാട്ടുകാര്, എവിടെ നിന്നെന്ന് അറിയില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും, എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടുന്ന ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. ഞങ്ങള് ഇൻഷുറൻസ് കാർഡ് പിടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ തുടർന്നുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടുന്ന ഇതെല്ലാം ദൈവം അവിടെ ക്രമീകരിച്ചു. അതിനുശേഷം ഇപ്പോ മുന്നോട്ട് പോവുകയാണ്. അസുഖം മാറും എന്നല്ല, അസുഖം ഉണ്ട് എനിക്ക് ഇപ്പോഴും. പക്ഷെ ചെറിയ രീതിയിലാണ്. എന്നാലും ആ വലിയ അവസ്ഥയിൽ നിന്നൊക്കെ പോന്നു. എനിക്കിപ്പോ എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തി. അസുഖമായിട്ട് തളർന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാല് നമുക്കൊന്നും
നേടാൻ കഴിയില്ല. ഞാൻ പഠിച്ച പാഠം അതാണ്. ദൈവം എന്നെ പഠിപ്പിച്ച പാഠം അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭയത്തോടും മറ്റുള്ള ഇതിലോടും കൂടി നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ സമീപിച്ചാൽ എങ്ങനെ നമുക്ക് മുന്നോട്ട്, നമ്മൾ എല്ലാത്തിനും ഒരു പേടിയായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം എന്റെ മിഥ്യാധാരണകളാണ് എന്നുള്ളത് ദൈവം കാണിച്ചു തന്നു. എന്നെ കടത്തിവിട്ടത്, വലിയ ശോധനകളിലൂടെ കടത്തിവിട്ടത് എന്താ പറയാ, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ മോൻ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഷോപ്പ് ഒഴിഞ്ഞു. ഇപ്പൊ കേക്കിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. ആരാധനയ്ക്ക് പോകുന്നുണ്ട്. കഴിയാവുന്ന ആൾക്കാരോടൊക്കെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, അനുഭവ സാക്ഷ്യം പറയാറുണ്ട്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. വീണ്ടും എന്റെ ജീവിതത്തില് എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലാവാൻ തക്കവണ്ണം എനിക്ക് കുറെ കുറവശങ്ങളുണ്ട്. അതെല്ലാം മാറി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. എല്ലാവരും, കണ്ടിരിക്കുന്ന എല്ലാവരും, പ്രേക്ഷകരെല്ലാവരും അതോർത്ത് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. ആകട്ടെ, പ്രിയ മഞ്ജു ബിബിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരെ, പ്രിയ സഹോദരി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ബിസിനസ്സിനെ, കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയ സഹോദരി മഞ്ജു ബിബിന് ദൈവം പരിപൂർണമായ സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ അധികമായി ചൊരിയേണ്ടതിന് ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥന എടുത്തു വരാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെയുമായ യേശുവേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ സഹോദരി മഞ്ജു ബിബിനായി സ്തോത്രം. ആരോഗ്യപരമായ പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ. കഴിഞ്ഞ നാളുകൾ ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായി സ്തോത്രം. പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ ദൈവം ധന്യമാക്കണം. അവരുടെ ബിസിനസ്സിനെ ദൈവം വിശാലമാക്കണം. കർത്താവെ, നിങ്ങളുടെ ഭക്തിയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഓരോ ദിവസവും ദിവസത്തിലായിരിക്കാൻ കർത്താവെ പ്രിയ സഹോദരിയോടൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരും കടന്നു പോകുന്ന വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളില് ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിച്ചറിയേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളോ ക്ഷീണിതരോ ബലഹീനരോ ആയി ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് ദൈവനാമം ഒരു ദൈവനാമം അവരോട് മഹിമപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോടും അരോമ ടിവിയിൽ കടന്നു വന്ന സാക്ഷ്യം പറഞ്ഞ കർത്താവിന്റെ സഹോദരി മഞ്ജു ബിബിനോടുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി നാം വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.